Hello guys, today's video is my art and craft supplies whole part 2. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വൂളൻ ത്രെഡ് ആട്ടോ കാണിക്കുന്നത്. പാർട്ട് 1 ഇട്ടിട്ടുണ്ട്, കാണാൻ താല്പര്യമുള്ളവർ കാണാം. അപ്പോൾ ഇതിൽ ഞാൻ രണ്ടെണ്ണം കാണിക്കുന്നത്, നിലവിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ. അതിനുശേഷം ഞാൻ ഈ ഒരു ബ്ലൂ റിബണാണ്, ഈ ഒരു ഒറ്റ റിബൺ എൻ്റെ കയ്യിലുള്ളൂ. ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും നല്ല ക്രാഫ്റ്റൊക്കെ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാണ് ഒരു ഗ്ലിറ്റർ പോലത്തെ ഒരു സംഭവം, എന്നാൽ കറക്റ്റ് ഗ്ലിറ്റർ അല്ല, അത് രണ്ടെണ്ണം ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞ് ഷെൽസ് പോലത്തെ രണ്ടെണ്ണം ഉണ്ട്. പിന്നെ സ്റ്റാറിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, അത് ഗ്ലിറ്റർ ആയിട്ടുള്ളൊരു സ്റ്റിക്കറായിരുന്നു. പിന്നെ ഇതാണ് എൻ്റെ കയ്യിലുള്ള ടിഷ്യൂ പേപ്പേഴ്സ്. ഇത് വെച്ചിട്ടൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ചെയ്യുന്ന ക്രാഫ്റ്റൊന്നും അങ്ങനെ അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഒരു 6 ഉണ്ട് കേട്ടോ കളറ്, ഒരെണ്ണത്തുമ്പോൾ മാത്രം ഡിസൈൻ ഉണ്ട്. ഇതാണ് ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വെച്ച് പറ്റുന്ന ക്രാഫ്റ്റ് എന്തായാലും പറയാം. ഇതാണ് എൻ്റെ കയ്യിലുള്ള ഗ്ലൂ ഗൺ. ഇത് വർക്ക് ആവണില്ല കേട്ടോ, ഇത് കേടായിട്ടുണ്ട്. ഇതെന്തായാലും നന്നാക്കിയാലേ ഇത് വെച്ചിട്ട് വല്ല ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റൂ. എന്തായാലും ഈ വീഡിയോ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആണല്ലോ, അപ്പോൾ ആർട്ടിൽ ഉൾപ്പെടുന്നതാണല്ലോ പെൻസിൽ, അതുകൊണ്ടാട്ടോ പെൻസിലിൻ്റെ ഈ ഒരു സെറ്റ് ഞാൻ കാണിച്ചു തന്നത്. അതിനുശേഷം സ്റ്റാറിൻ്റെ സ്റ്റിക്കേഴ്സാണ്. ഇത് നോർമൽ ടീച്ചർമാർ കുട്ടികൾക്കൊക്കെ UKG പിള്ളേർക്കൊക്കെ കൊടുക്കണം വെച്ചുള്ള സ്റ്റിക്കേഴ്സാണ്. ഇന്ന് ഞാൻ ജേർണലിങ്ങിന് വേണ്ടി വാങ്ങിച്ചതാണ്. എന്തായാലും ഇതിലും കാണിച്ചു തന്നുള്ളൂ. ഇത് മിക്സിങ് പാലറ്റ് ആണ് കേട്ടോ. ഇത് ഷെയ്ഡിങ് പെൻസിൽസ് ആണ്, HB തൊട്ടിട്ട് 12B വരെ ഉണ്ട്. ഇത് ഒരു ഇറേസറാണ്, ഒരു ലിപ്സ്റ്റിക്ക് പോലത്തെ ഇറേസറാണ് കേട്ടോ. ഇത് നിയോൺ കളേഴ്സ് 5 എൻ്റെ കയ്യിലുണ്ട്. ഞാൻ സ്കൂളിൽ പ്രധാനമായും വല്ലതും ഹൈലൈറ്റ് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതാണ് നമ്മുടെ കായ് സ്റ്റിക്കേഴ്സ്. ഇത് ഞാൻ ജേർണലിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായത്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടില്ല എന്നൊന്നും, പക്ഷേ ഇത് കാണിക്കുന്നത് ഇട്ടിട്ടുണ്ട്. പിന്നെ സ്റ്റോൺസ് ഇതാണ്, 4 കളർ ഉണ്ട് കേട്ടോ. ഇതിന് ഓരോന്നിനും 15 രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. പിന്നെ ഇത് എൻ്റെ കയ്യിലുള്ള ഗ്ലിറ്റർ പേപ്പേഴ്സാണ്. പലതും മുറിച്ചിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കേട്ടോ കിടക്കുന്നത്, കുറേയൊക്കെ ഉപയോഗിച്ചിട്ടില്ല. ക്രിസ്മസിനാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു ഗ്ലിറ്റർ പേപ്പർ ഉപയോഗിക്കാറ്. ഇത് വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റ് ഞാൻ ക്രിസ്മസിന് ഇട്ടിട്ടുണ്ട്. കണ്ടവരെന്തായാലും കമൻറ്റ് ചെയ്യുക പറയാം കേട്ടോ. ഇതിലെല്ലാ കളറും ഞാൻ ഏകദേശം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കളർ പേപ്പറാണ് കാണിക്കുന്നത്. ഞാൻ കൂടുതലും ഉപയോഗിക്കുന്ന കളർ പേപ്പർ ഇതാട്ടോ, ഈ ഒരു സെറ്റാണ്. ഇതിലത്തെ നല്ല കളർ പേപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഷെയ്ഡ്സാണ് ഈ സെറ്റിലത്തെ. ഇതൊരു നിയോൺ കളറിൻ്റെ ഒരു കളർ പേപ്പറാണ്, അതുകൊണ്ടാണ് ആ കളർ ഇത്ര നല്ല ഭംഗിയായി നിൽക്കുന്നുണ്ടായത്. അടിയിലത്തത് നോർമൽ കളർ പേപ്പറാണ് കേട്ടോ. ഇത് ചാർട്ട് പേപ്പറാണ്, ഒരു പിങ്ക് ചാർട്ട് പേപ്പർ. വൈറ്റ് ചാർട്ട് പേപ്പർ ഞാൻ എപ്പോഴും വാങ്ങാറുണ്ട്, ഇപ്രാവശ്യം പിങ്ക് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായി, അത് കുറച്ച് ഉപയോഗിച്ചിട്ടുമുണ്ട് കേട്ടോ. പിന്നെ ഇത് എൻ്റെ കയ്യിലുള്ള കുറച്ച് മുത്തുകളാണ്, 3 കളറുണ്ട്. പിങ്ക് തന്നെ, ആ ഒരു പിങ്ക് സൂക്ഷിച്ച സ്ക്വയർ പോലത്തെയും കാണാം. ഇത് ഇങ്ങനത്തെ ഒരു ബോൾസാണ്, സോഫ്റ്റായി, ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പിന്നെ ഇത് A4 ഷീറ്റ്, അതിപ്പോൾ എല്ലാവരുടെ കയ്യിലുള്ള ഒരു സംഭവമാണല്ലോ. അപ്പോൾ ഞാൻ അത് സെറ്റായിട്ടാണ് വാങ്ങാറ്, ഇപ്രാവശ്യം സെപ്പറേറ്റ് വാങ്ങി കഴിഞ്ഞപ്പോൾ. ഇത് നമ്മുടെ സ്വന്തം വൈറ്റ്നർ. ഇത് സ്കൂളിലേക്ക് ഞാൻ അങ്ങനെ കൊണ്ടുപോകാറില്ല, കാരണം ഇപ്പോൾ സ്കൂളിൽ വൈറ്റ്നർ കൊണ്ടുപോയതെന്ന് പറയാറുണ്ട്. ഇതിപ്പോൾ വല്ല പെയിൻറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കാറ്. പിന്നെ ഇതാണ് തെർമോക്കോൾ ബോൾസ്, 6 തരം ഉണ്ട് കേട്ടോ. 1 മിക്സ്, ബാക്കി 5 കളർഫുള്ള്. ഇത് ഗ്ലിറ്ററാണ്, ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ഗോൾഡൻ ഉണ്ട്. ഇത്രയാണ് ഗ്ലിറ്റേഴ്സ്. പിന്നെ ഇത് ഇങ്ങനത്തെ കുഞ്ഞ് ഇതായിട്ടുള്ളതാണ്, അത് കളർഫുള്ള്. പിന്നെ അതിൻ്റെ ഒരു വലുത് ഇങ്ങനത്തെ കളർഫുള്ള്. പിന്നെ ഇങ്ങനത്തെ കുറേ ഹാർട്ട്, ഫ്രൂട്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ ആയിട്ടുള്ളത്. ഇത് കടലിൽ നിന്ന് നമ്മൾ പറക്കുന്ന ഷെൽസാട്ടോ. ഇതൊക്കെ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. ഞാൻ ഓരോന്നോരോന്നായിട്ട് കുറച്ചായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ഫേക്ക് ഫെതേഴ്സാണ്, ഒറിജിനൽ അല്ല, ക്രാഫ്റ്റിന് വേണ്ടി വാങ്ങിയതാണ്. പിന്നെ ഇങ്ങനത്തെ നൂലുകൾ 3 രൂപയും കണ്ടുള്ളൂ ഒരെണ്ണത്തിന്. പിന്നെ ഇങ്ങനത്തെ കുറേ മണികൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓരോ മാല പൊട്ടിയിട്ട് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നതാണ്. ലാസ്റ്റായപ്പോൾ കറണ്ടും പോയി. അപ്പോൾ ഇത് നമ്മുടെ ഫേബ്രിക് കാസ്റ്റലിൻ്റെ ആക്രിലിക് പെയിൻ്റ് ആണ് കേട്ടോ, ട്യൂബ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.